നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ കുരിശ് വേദനയുടെയും മരണത്തിന്റെയും അടയാളമല്ല. അത് ജീവൻ നൽകുന്ന വൃക്ഷമാണ്. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ ജീവന്റെ വൃക്ഷമെന്ന് കുരിശിനെ വിളിച്ചത്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഏദനിലെ വൃക്ഷം മരണം കൊണ്ടുവന്നപ്പോൾ കുരിശ് നിത്യജീവൻ നൽകിയെന്ന്. ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരുവൻ നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് എന്ന് സങ്കീർത്തകൻ നമ്മളോട് പറഞ്ഞു വെക്കുന്നു. സങ്കീർത്തനം 1-ാം അധ്യായം 3-ാം വാക്യം. കുരിശിൽ നിന്നുള്ള കൃപയുടെ അരുവിക്കരയിൽ ജീവിക്കുന്നവർക്ക് ആത്മീയ വരൾച്ച അനുഭവപ്പെടുകയില്ല. സ്നേഹത്തിലും വിശ്വാസത്തിലും നന്മയിലും ഫലം നൽകപ്പെടും. ക്രിസ്തുവിന്റെ അവസാന നിമിഷങ്ങളിൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യം. സഭാ പഠനങ്ങളിൽ നിന്ന് മനസ്സിലായത് അത് ലോഞ്ഞിനൂസ് എന്ന സൈനികൻ ആയിരുന്നുവെന്ന്. അവന്റെ ഒരു കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ രക്തവും ജലവും അവനെ സുഖപ്പെടുത്തി. നോമ്പുകാലം നമ്മുടെ ജീവിതം കൂടുതൽ കുരിശിനോട് ചേർത്ത് നിർത്താൻ സഭ നമ്മളോട് ആവശ്യപ്പെടുന്നു. കാരണം നീർച്ചാലരികിലേക്ക് വേരുകൾ എത്തുമ്പോൾ മാത്രമേ വൃക്ഷത്തിന് ജീവൻ ഉണ്ടാവുകയുള്ളൂ. വൃക്ഷത്തിന്റെ സൗന്ദര്യം ശാഖകളിലല്ല, അതിന്റെ ശക്തി വേരുകളിലാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതവും. പുറത്തുള്ള നേട്ടങ്ങളും സ്ഥാനവും ശക്തിയും ജീവിതത്തെ നിലനിർത്തുന്നില്ല, നേരെമറിച്ച് ജീവിതം ക്ലേശപൂരിതമാക്കുന്നു. ആഴത്തിൽ വേരോടുന്ന ജീവിതം ദൈവ മനുഷ്യ ബന്ധത്തിൽ ആനന്ദം കണ്ടെത്തുന്നു. പിന്നീട് ഒരിക്കലും ആത്മാവിന് ദാഹം ഉണ്ടാവുകയില്ല. വീണ്ടും വെളിപാട് പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യത്തിൽ സ്വർഗത്തിൽ നിന്നും വീണ്ടും പുറപ്പെടുന്ന സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിന്റെ നദിയെക്കുറിച്ച് പരാമർശമുണ്ട്. ഈ ഭൂമിയിൽ നാം കുരിശിനോട് ചേർത്ത് നമ്മുടെ ജീവിതം നിർത്തുമ്പോൾ സ്വർഗത്തിലെ ജീവജലത്തിന്റെ കാരുണ്യ നദിയിൽ നിന്നും ആത്മാവ് നിറയുവോളം പാനം ചെയ്യുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കും.